ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മുടെ എല്ലാവരും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ പടത്തിൽ കാണുന്നത്. എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ. പുതിയ ബെഡ് ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന കുറച്ച് വലിയ കാര്യങ്ങൾ കാണിക്കുന്ന 3 സിനിമകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് 2022 തമർ എഴുതി സംവിധാനം ചെയ്ത 1001 നുണകൾ. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഇൻവൈറ്റ് ചെയ്യണം അവരുടെ വീട്ടിലേക്ക്. അവർ കൂടി ചേർന്നിട്ട് ഒരു ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പടത്തിൽ കാണിക്കുന്നത്. വിഷ്ണു അഗസ്ത്യ, ഷംല ഹംസ, രമ്യ സുരേഷിൻ്റെ ഒക്കെ കിട്ടിലും പെർഫോമൻസ് ഉള്ള പടമാണ്. എന്തായാലും കണ്ടു നോക്കുക. സോണി ലീവിലാണ് സ്ട്രീം ചെയ്യുന്നത്. രണ്ടാമത്തത് 2024 കെ മഞ്ജു ഡയറക്ട് ചെയ്ത പെരുമാനി. ഒരു നാട്ടുപ്രദേശത്ത് നടക്കുന്ന കഥയാണ്. പക്ഷെ അതൊരു മേക്ക് ചെയ്തിരിക്കുന്ന രീതി ഒരു വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെയാണ്. അത്രയും നല്ല ക്യാരക്ടേഴ്സ്, കുറേ ഡയലോഗ്സ്, വിനയ് ഫോർട്ട്, ദീപ തോമസ്, ലുക്മാൻ, അങ്ങനെ കുറേ നല്ല ആക്ടേഴ്സിൻ്റെ കിട്ടിലും പെർഫോമൻസ് കാണാൻ പറ്റുന്ന പടമാണ്. എന്തായാലും കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. മൂന്നാമത്തത് 2025 ഫാസിൽ മുഹമ്മദ് ഡയറക്ട് ചെയ്ത ഫെമിനിച്ച് ഫാത്തിമ. ഷംല ഹംസ എന്നുള്ള ആക്ടറിൻ്റെ കിട്ടിലും പെർഫോമൻസ് ആണ് ഈ പടത്തിൽ. അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. ഷംല ഹംസ, അതേപോലെ കുമാർ സുനിൽ, അങ്ങനെ കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മുടെ എല്ലാവരും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ പടത്തിൽ കാണുന്നത്. അത്രയും റിയൽ ആയിട്ടുള്ള പെർഫോമൻസ്. എന്തായാലും കണ്ടു നോക്കണം. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ 3 പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.